ഹലോ ഗായ്സ്, ക്രൈസ്റ്റ് മലയാള വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജീവ. ഇന്ന് ഞാൻ എന്തായാലും ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും കൂടെ തിരുവനന്തപുരത്തുള്ള ലുലു മാളിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഡേറ്റാണ് പോയത്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതുപോലെ തന്നെ കൂടുതൽ പ്ലാൻസും പലതും സെയിലായിട്ടൊക്കെ പോയി വളരെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം നല്ല നല്ല പ്ലാൻസ് തന്നെയാണ്, നല്ല വെറൈറ്റി പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ ലുലു മാളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെയാണ് നോക്കി നടന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഈ ഫ്ലവർ ഷോയും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും എനിക്ക് പ്ലാന്റ്സ് ഒക്കെ കാണണം, വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങനെ ഫ്ലവർ ഷോയ്ക്ക് പോയത്. കാരണം തിരുവനന്തപുരത്ത് പല സ്ഥലത്തും ഇതുപോലെ ഫ്ലവർ ഷോ ഒക്കെ വെക്കുമ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി ചെടികളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇവിടെ പക്ഷേ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് കൂടുതലുണ്ടായിരുന്നു, പലതും കണ്ടിട്ടില്ലാത്തതും. അതുപോലെ വളരെ റെയർ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ചുള്ള കുറേ ഡെക്കറേഷൻസും. ഭയങ്കര ക്രൗഡായിട്ട് ഒരുപാട് പേര് ഇല്ലായിരുന്നെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം നല്ല ഇൻഡോർ ഡെക്കേഴ്സും ഇൻഡോർ പ്ലാന്റ്സും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട്, ഇത്രയും നല്ല ചെടികൾ ഞാൻ അങ്ങനെ ഫ്ലവർ ഷോസിനും അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. എല്ലാം നല്ല ഹെൽത്തി ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ആണ്. കാരണം എനിക്ക് ഈ ചെടികളൊക്കെ കണ്ടപ്പോൾ അതിൽ ഒരു ഇല പോലും കരിഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത്രയും വൃത്തിയുള്ള പ്ലാന്റ്സാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നല്ല നല്ല റേറ്റുമാണ് കേട്ടോ. നമ്മൾ പുറത്ത് മുമ്പ് കണ്ടിട്ടുള്ള ചെടികളോ അല്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു വിലയിലല്ല ഇവിടെ കൊടുക്കുന്നത്, അല്പം ഹൈ റേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ സാധാരണ കാണുന്ന ഫ്ലവർ ഷോസ് എന്നൊക്കെ ഉള്ള പോലത്തെ റേറ്റല്ല. അപ്പോൾ ഞാൻ എന്തായാലും പല സ്ഥലത്തും പോയി നോക്കി പല പല സെക്ഷൻസ് ആയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് എനിക്ക് തോന്നി. അപ്പം ഞാൻ എവിടെയാണോ നല്ല റേറ്റ് എന്നുള്ളത് നോക്കി ചോദിച്ചാണ് പോയത്. പക്ഷേ എല്ലാ ചെടികളും ഏകദേശം നല്ല വില തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില ചെടികളാണ് പണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഹൈബ്രിഡാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പം നല്ല വിലയാണ്. അപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെടിയാണല്ലോ എന്നൊക്കെ എനിക്ക് മനസ്സിൽ തോന്നി. അതുപോലെ ഇവിടെ കുറേ ഡെക്കർ ഐറ്റംസ്, നമ്മുടെ ഇൻഡോർ വീട്ടിനകത്തൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല നല്ല ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ ചെടികളൊക്കെ സെലക്ട് ചെയ്തൊക്കെ വെച്ചായിരുന്നു. പക്ഷെ ഞാൻ ഒരു സെക്ഷനായിട്ട് ഓരോരുത്തരാണ് സെയിലിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വളം വാങ്ങിക്കാനും ഫെർട്ടിലൈസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും ഇതൊക്കെ ഭയങ്കര വീട്ടിനകത്തൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല നല്ല ഫ്ലവേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഇത്രയും കാണുന്നില്ലെങ്കിലും നേരിട്ട് കാണാൻ ഈ പ്ലാസ്റ്റിക് ചെടികളാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ചെടികളുടെ വിത്തുകൾ, അതുപോലെ അതിൻ്റെ കിഴങ്ങുകൾ, ചെറിയ ചെറിയ തൈകൾ ഇതെല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് നട്ട് ഇങ്ങനെ തന്നെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനവിടെ വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കുറേ ബിഗോണിയ കളക്ഷനൊക്കെ കണ്ടത്. കാരണം ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വരുന്നതിൻ്റെ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വില കുറവിൻ്റെ എവിടെ കിട്ടും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും വന്നപ്പോൾ ഇവിടെ കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു സെക്ഷൻ കണ്ടു. അപ്പോൾ എല്ലാം നല്ല നല്ല പ്ലാന്റ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇതിപ്പോൾ ഇൻഡോറായിട്ട് ഇവർ ഈ ഒരു മാളിനുള്ളിൽ വെച്ചേക്കുന്നതുകൊണ്ട് സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് ചില ചെടികൾക്ക്. ആ ഒരു പ്രശ്നമല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും കുറേ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ തൈകൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ബൊഗെയിൻവില്ല പ്ലാന്റ്സ്, കാലേഡിയം പ്ലാന്റ്സ്, പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി കണ്ടിട്ടില്ലാത്ത പല ചെടികളുടെയും പൂക്കളൊക്കെ ഉള്ള ചെടികൾ കണ്ടു. അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നഴ്സറിയിലൊന്നും പോയാൽ കാണാൻ കഴിയുന്ന ചെടികളല്ല. അപ്പോൾ ഞാനും ചേട്ടനും ഇങ്ങനെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെടി ഭ്രാന്ത് കാരണം ഞാൻ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയായിരുന്നു അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ചേട്ടന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല.
അപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് പിന്തിരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നടന്നു വന്നപ്പോഴാണ് കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടത്. നോക്കിയപ്പോൾ അവിടെ അക്വേറിയം ഉണ്ട്. അവിടെ കുറേ മീനുകളൊക്കെ ഉള്ള നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉള്ള നല്ല അക്വേറിയംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അക്വേറിയം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ നേരം കണ്ടു നിന്നു. അപ്പോൾ എൻ്റെ ചേട്ടനും അക്വേറിയം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരുപാട് മീനുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്വേറിയത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പാമ്പിനെയൊക്കെ കൊണ്ട് ആളുകൾ നിൽക്കുന്ന കണ്ട് നോക്കിയപ്പോഴാണ് ഇവിടെ കുറേ പെറ്റ്സാണ് ഇതൊക്കെ ഓരോരുത്തർ വളർത്തുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ദേഹത്തൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ പെറ്റ്സായിട്ട് വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ വന്ന് നിൽപ്പുണ്ട്. വിൽക്കാൻ വേണ്ടിയാണ് ഇതിലെല്ലാം ഇങ്ങനെ കൂടുകളിൽ ഇട്ടേക്കുന്നത്. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ആനിമൽസാണ്. നമ്മുടെ കുറേ എലികൾ, തത്ത, പക്ഷികൾ, ഒരുപാട് നല്ല നല്ല കിളികളാണ് എല്ലാത്തിലും വെച്ചിട്ടുള്ളത്. എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടികൾ, പട്ടിക്കുട്ടികൾ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതൊക്കെ കുറേ നേരം നമ്മൾ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ ചേട്ടന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവന് ഈ ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അവനും ഇതുപോലെ പാമ്പൊക്കെ അടിച്ച് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല. ഞാൻ ഉടനെ അവിടെ നിന്ന് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനാണിത്. അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി നിന്നു. ഒരു ഗപ്പി കളക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഒരു ആമ്പലൊക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ വീണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും ഡെക്കേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബുദ്ധയുടെ ചെറിയൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രതിമ കണ്ടു. അപ്പോൾ ഇവിടെ കുറേ ഓർക്കിഡ്സിൻ്റെ കളക്ഷനൊക്കെ കണ്ടു. എല്ലാം നല്ല വെറൈറ്റി ഓർക്കിഡ്സാണ്. എല്ലാം നല്ല ക്വാളിറ്റി ഓർക്കിഡ്സാണ്. അതുപോലെ തന്നെ കുറേ സക്കുലൻറ്റ് പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടുത്തെ ഡെക്കറേഷൻസും ഒക്കെ കണ്ടു കടന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ കുറേ കാലത്തിന് ശേഷമാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ പ്ലാന്റ്സും റോസസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ റോസൊക്കെ ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള നല്ല റയറായിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതൊന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ ഓരോരോ ഡെക്കറേഷൻസൊക്കെ കണ്ട് അങ്ങനെ നടന്നു. എല്ലാം നല്ല പ്ലാന്റ്സും എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച നല്ല ഭംഗിയായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതെല്ലാം. അപ്പം ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത കൂട്ടത്തിൽ എൻ്റെ ചേട്ടന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. അപ്പം ഞാൻ അവനെയൊക്കെ ഒഴിവാക്കി എങ്ങനെയൊക്കെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടുന്ന് ചെടിയൊന്നും വാങ്ങിയില്ല. അതിൻ്റെ മെയിൻ കാരണം ഞാനൊരു ചെടി വാങ്ങിക്കാൻ നോക്കി വെച്ചിട്ട് പോകും. അപ്പോൾ അതിൻ്റെ വില ആദ്യം പറയുന്നതായിരിക്കില്ല രണ്ടാമത് വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് വാങ്ങിക്കാത്തത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് തിരുവനന്തപുരം ലുലു മാളിലുള്ള ഫ്ലവർ ഷോയുടെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ വന്ന് ഇതൊന്നും കാണാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോയിലൂടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ലുലു മാളൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കുറേ നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. Bye.